നമ്മുടെ നെക്സ്റ്റ് ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളിതുവരെ എന്തൊക്കെ നോക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രെൻഡ് എന്താണെന്ന് മനസ്സിലാക്കി, അതിനുശേഷം നമ്മൾ MBA എന്താ നോക്കി, പിന്നെ MSS എന്താ നോക്കി, പിന്നെ നമ്മൾ FEG എന്താ നോക്കി. ഇനി നമുക്ക് ICTയുടെ ഒരു ബേസിക് കോർ കണ്ടൻ്റായ പവർ ഓഫ് 3 എന്താ നോക്കാം. പവർ ഓഫ് 3 എന്താ നോക്കിയതിന് ശേഷം നമുക്ക് ഓർഡർ ബുക്ക് എന്താണെന്ന് നോക്കാം. പവർ ഓഫ് 3 എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പവർ ഓഫ് 3ൻ്റെ ബേസിലാണ് ICT സ്മാർട്ട് മണി ടെക്നിക്ക് രൂപം കൊണ്ടത് എന്ന് തന്നെ പറയാൻ പറ്റും. പവർ ഓഫ് 3 എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ എന്ന ഒരു ഇതിനെയാണ് പവർ ഓഫ് 3 എന്ന് പറയുന്നത്. അക്യുമുലേഷൻ എന്ന് പറയുന്നത് ഒരു കൺസോളിഡേഷൻ മൂവ്മെൻറ്റിനെയാണ് അക്യുമുലേഷൻ എന്ന് പറയുന്നതിനെ. അതിനുശേഷം ഒരു മാനിപ്പുലേഷൻ ഉണ്ടാകുന്നു. മാനിപ്പുലേഷന് ശേഷമാണ് ഒരു ഡിസ്ട്രിബ്യൂഷൻ ഫേസ് ഉണ്ടാകുന്നത്. അപ്പം ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കിന്ന് അക്യുമുലേഷൻ ആൻഡ് മാനിപ്പുലേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് നോക്കാം. ഇങ്ങനത്തെ ഒരു ഇതിലാണ് അക്യുമുലേഷൻ. ഇതൊരു ബൈയിങ് സിനാരിയോയുടെ കേസാണ്. പവർ ഓഫ് 3 ഇൻസ്റ്റിറ്റ്യൂഷണൽ ബൈയിങ് സിനാരിയോയുടെ കേസാണ്. ബൈയിങ് സെൻറ്റിമെൻറ്റിൻ്റെ ഒരു കേസാണ്. ഇത് ബിയറിഷ് സെൻറ്റിമെൻറ്റിൻ്റെ കേസുണ്ട്. നമുക്ക് ഫസ്റ്റ് ബൈയിങ് സെൻറ്റിമെൻറ്റിൻ്റെ കേസ് എന്ന് നമുക്ക് നോക്കാം. ബുള്ളിഷ് സെൻറ്റിമെൻറ്റിൻ്റെ കേസ്. ഫസ്റ്റ് ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇവിടെയാണ് കറൻറ്റ് പ്രൈസ് എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു നല്ലൊരു സെല്ലിങ് വന്നതിന് ശേഷം ഇൻസ്റ്റിറ്റ്യൂഷൻ എന്തായിട്ടും ചെറുതായിട്ടൊന്ന് ഒരു കൺസോളിഡേഷൻ മൂവ്മെൻറ്റ് നടത്തും. നമ്മൾ കൺസോളിഡേഷൻ എന്താ പഠിച്ചു, ഇങ്ങനെ ഒരു രണ്ട് ഇതിൻ്റെ ഇടയിൽ പോകുന്നതിനെയാണ് കൺസോളിഡേഷൻ. ഒരു ചെറിയൊരു ഇതിൽ ഒരു സൈഡ് വേ മൂവ്മെൻറ്റ് നടത്തുന്നതിനെയാണ് കൺസോളിഡേഷൻ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു. അങ്ങനെ ഒരു കൺസോളിഡേഷൻ മൂവ്മെൻറ്റ് നടത്തും. ഈ കൺസോളിഡേഷൻ മൂവ്മെൻറ്റിൽ കുറേ ആൾക്കാർ കൺഫ്യൂസ്ഡ് ആവും. കൺഫ്യൂസ്ഡ് ആയതിനു ശേഷം അവരെന്ത് ചെയ്യും, നേരെ ചാർട്ടിനെ ഒന്ന് കബളിപ്പിക്കും, മാനിപ്പുലേറ്റ് ചെയ്യും ചാർട്ടിനെ. മാനിപ്പുലേറ്റ് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറേ ആൾക്കാർ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വരച്ചിട്ട് ട്രേഡ് എടുക്കുന്നുണ്ടാവും. അവരെന്താണ് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ബിയറിഷിലോട്ട് പോകും. അവരെന്തായും ഈ റീറ്റെയിൽ ട്രേഡേഴ്സ് എന്താവും, റീറ്റെയിൽ ട്രേഡേഴ്സ് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടി, താഴത്തോട്ട് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടുമ്പോൾ താഴത്തോട്ട് എൻട്രി ആവും. അങ്ങനെ എൻട്രി ആകുമ്പോൾ അവരുടെ SL എല്ലാം അവർ ഇവിടെ ആയിരിക്കും വെച്ചിട്ടുണ്ടാവുക. ഏകദേശം ഈ ഒരു പോയിന്റിൻ്റെ ഇടയിലൊക്കെ ആയിരിക്കും അവർ വെച്ചിട്ടുണ്ടാവുക. അപ്പം ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താട്ടും, ഇൻസ്റ്റിറ്റ്യൂഷൻ ഇവിടുന്ന് ലാർജ് ക്വാണ്ടിറ്റിയിൽ ഓർഡറുമാണ്. അപ്പോൾ അവർ നേരെ ഒന്ന് താഴത്തോട്ട് ഇട്ടുകൊണ്ട് ഒന്ന് മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് അങ്ങോട്ട് മുകളിലോട്ട് കൊണ്ടുപോകും. അപ്പോഴാണ് നമുക്ക് ഇവിടെ നമ്മൾ പഠിച്ചൊരു സാധനം കിട്ടുക. റീറ്റെയിൽ ട്രേഡേഴ്സിൻ്റെ SL വെച്ചൊരു ഏരിയയിൽ ഇവിടെ നമുക്ക് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടും. ഇവിടെ നമുക്കൊരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടും. അതിനുശേഷം മാർക്കറ്റിനെ അവരൊന്ന് ഹൈ ആക്കിയതിന് ശേഷം ഇവിടുത്തെ ലിക്വിഡിറ്റിയും കളക്ട് ചെയ്തതിന് ശേഷം മാർക്കറ്റിനെ ഇങ്ങോട്ട് താഴോട്ട് കൊണ്ടുവരും. താഴോട്ട് കൊണ്ടതിന് ശേഷം ഇവിടെ ഒരു FEG അല്ലെങ്കിൽ ഓർഡർ ബുക്കോ എന്തെങ്കിലും ഒരു PDRS എടുത്തിട്ട് മാർക്കറ്റിനെ വീണ്ടും അവർ സെല്ലിങ് തുടങ്ങിയ ഏരിയയിലത്തെ ഇവിടുത്തെ ഏതെങ്കിലും ലിക്വിഡിറ്റീസ് എടുക്കാനും വേണ്ടി മാർക്കറ്റിനെ അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇങ്ങനെയാണ് ബൈയിങ് സിനാരിയോയുടെ കേസിൽ അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ വെച്ച് ട്രേഡ് എടുക്കാറ്. ഇങ്ങനെയാണ് മാർക്കറ്റ് മൂവ് ആവുന്നത്. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ PO3നെ ബേസ് ചെയ്തിട്ടാണ് സ്മാർട്ട് മണി ടെക്നിക്സ് ഉണ്ടായത്. അപ്പം പവർ ഓഫ് 3 AMD സൈക്കിൾ സ്മാർട്ട് മണി ബുള്ളിഷ് പെർസ്പെക്റ്റീവ് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെയാണ് കറൻറ്റ് പ്രൈസ് എന്ന് വിചാരിക്കുക. ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താട്ടും, അവർക്ക് ഡിസ്കൗണ്ട് പ്രൈസിൽ സാധനം വേണം. അപ്പോൾ അവരെന്താട്ടും ഡിസ്കൗണ്ട് പ്രൈസിലേക്ക് അവർക്ക് സാധനം കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അവർ സെല്ലിങ് സ്റ്റാർട്ട് ചെയ്യും. ഇവിടുന്ന് അവർ നേരെ നല്ല സെല്ലിങ് സ്റ്റാർട്ട് ചെയ്യും. ചീപ്പ് റേറ്റിക്ക് സാധനത്തിന് എത്തിക്കണം. അവർക്ക് ചീപ്പ് റേറ്റിൽ നിന്ന് ബൈങ് ഓർഡർ എടുക്കണോ, അതിനു വേണ്ടി അവർ ചീപ്പ് ഇതിക്ക് വേണ്ടി നല്ല സെല്ലിങ് സ്റ്റാർട്ട് ചെയ്യും. സെല്ലിങ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഇവിടെ അവർ ചെറിയ ക്വാണ്ടിറ്റിയിൽ സാധനം വാങ്ങാൻ തുടങ്ങും. ഇവിടെ ചെറിയ ക്വാണ്ടിറ്റിയിൽ അവർ സാധനം വാങ്ങാൻ തുടങ്ങും. അപ്പോഴാണ് ഇവിടെ ഒരു റേഞ്ചിലായിരിക്കും മാർക്കറ്റ് ഫോം ആവുക. ഈ റേഞ്ചിൽ ഫോം ആയ നമ്മളൊക്കെ എന്താ പഠിപ്പിച്ച് വെച്ചിട്ടുള്ളത്, എന്താണ്, ഇവിടെ ഒരു ബ്രേക്ക് സപ്പോർട്ട് റെസിസ്റ്റൻസും വെച്ചിട്ട് ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടുമ്പോൾ എൻട്രി എടുക്കുക. അങ്ങനെ നമ്മൾ എൻട്രി എടുക്കും. നമ്മളെ ഒരു ഫേക്ക് മൂവ് ഇവിടെ നടത്തും. അങ്ങനെ റീറ്റെയിൽ ട്രേഡേഴ്സിനെ ഇവിടെ ഒരു ട്രാപ്പ് ഇട്ടിട്ട് റീറ്റെയിൽ ട്രേഡേഴ്സ് എന്താവും, ആ ട്രാപ്പിൽ ഇവിടെ കുറേ റീറ്റെയിൽ ട്രേഡേഴ്സിൻ്റെ SL എല്ലാം അതിൻ്റെ കുറച്ച് മുകളിലായിരിക്കും. അവർക്ക് സാധനം വാങ്ങണം. അപ്പോൾ വാങ്ങുമ്പം വിൽക്കാനും ആൾ വേണ്ടേ. അപ്പം വിൽക്കാൻ ആളെ കൂട്ടാനും വേണ്ടി അവർ നമ്മളെ റീറ്റെയിൽ ട്രേഡേഴ്സിനെ ട്രാപ്പ് ഇടും. ഇപ്പം ഇവിടെ നല്ലൊരു സെല്ലിങ് നടന്നതുകൊണ്ട് ഇവിടെ ഒരു ചെറിയൊരു റേഞ്ച് ക്രിയേറ്റ് ആകുമ്പോൾ തന്നെ നമ്മുടെ ഇതായിരിക്കും നെക്സ്റ്റ് സെല്ലിങ് ആയിരിക്കും നമ്മുടെ ആൻറ്റിസിപ്പേഷൻ. എന്നിട്ട് അവിടെ ഒരു ഫേക്ക് ഔട്ട് നടത്തും. ആ ഫേക്ക് ഔട്ടിൽ നമ്മൾ സെല്ലും ചെയ്യും, നമ്മുടെ SL കുറച്ച് മുകളിലും വെക്കും.
അവർക്ക് എന്താണ്, ആരെങ്കിലും വിൽക്കുമ്പോഴല്ലേ അവർക്ക് വാങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ അവർ നമ്മളെ കൊണ്ട് വിൽപ്പിക്കും. അങ്ങനെ അവർ ഇവിടെ ഒരു ഫേക്ക് മൂവ് നടത്തിയതിന് ശേഷം മാർക്കറ്റിനെ ജസ്റ്റ് അങ്ങോട്ട് മുകളിലോട്ട് അങ്ങ് കയറ്റും. അങ്ങനെ മുകളിലോട്ട് കയറ്റിയതിന് ശേഷം ഇവിടെ അവർ മുകളിലേക്ക് കയറ്റാനും വേണ്ടി ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പോ ഓർഡർ ബോക്സോ എന്തെങ്കിലും ഒരു PDR ഇവിടെ ക്രിയേറ്റ് ആവും. ആ PDRയിലേക്ക് മാർക്കറ്റ് വീണ്ടും റീക്ലെയിം ചെയ്യാൻ മാർക്കറ്റ് വരും. അങ്ങനെ റീക്ലെയിം ചെയ്തതിന് ശേഷം മാർക്കറ്റിൻ്റെ ആക്ച്വൽ മൂവ് മാർക്കറ്റ് വീണ്ടും നടത്തും. അവർക്ക് എന്താ ഇവിടെ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സ്മാൾ ക്വാണ്ടിറ്റിയിൽ സാധനം ഇവിടെ വാങ്ങാൻ തുടങ്ങി. അതിനുശേഷം ഇവിടെ ഒന്ന് ഫേക്ക് മൂവ് നടത്തിയതിന് ശേഷം ബിഗ് ക്വാണ്ടിറ്റിയിൽ അവർ സാധനം വാങ്ങി. അവർക്ക് ഇനിയും സാധനം വേണം. അവർക്ക് ഇനിയും ഈ പ്രൈസിൽ തന്നെ ചീപ്പ് റേറ്റിൽ തന്നെ സാധനം വേണം. അപ്പോൾ അവർ വീണ്ടും ആ ഇതിലേക്ക് അവിടെ ഓർഡർ ബോക്കോ FEGO അവർ എൻ്റർ ചെയ്ത ഏരിയയിൽ നിന്ന് തന്നെ അവർക്ക് കിട്ടിയാൽ നല്ല ചീപ്പ് റേറ്റിൽ അവർക്ക് കിട്ടും. അതിനും വേണ്ടി അവർ വീണ്ടും മാർക്കറ്റിനെ ആ സോണിലേക്ക് തന്നെ കൊണ്ടതിന് ശേഷം ഒരു ആക്ച്വൽ മൂവ് തുടങ്ങും. അവർ വീണ്ടും പ്രൈസിനെ ഉയർത്താൻ തുടങ്ങും. ഇതാണ് ബുള്ളിഷ് പെർസ്പെക്റ്റീവിൻ്റെ ഒരു കേസ് എന്ന് പറയുന്നത്. അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ സൈക്കിൾ, സ്മാർട്ട് മണീൻ്റെ ബിയറിഷ് പെർസ്പെക്റ്റീവും പാടെ നമുക്ക് നോക്കാം. നമുക്കിപ്പം മാർക്കറ്റിൻ്റെ കറൻറ്റ് പ്രൈസ് എവിടെയാണെന്നുള്ളത് നോക്കുക. അവിടെ നിന്ന് ഇൻസ്റ്റിറ്റ്യൂഷൻ തീരുമാനിക്കുകയാണ് അവർക്ക് മാർക്കറ്റിൻ്റെ പ്രൈസിനെ സെല് ചെയ്യണം. കറൻറ്റ് പ്രൈസിനേക്കാളും ഹൈ പ്രൈസിലേക്ക് അവർ ഉയർത്താൻ തുടങ്ങും. കാരണം എന്താ നമ്മൾ പറഞ്ഞു, നമ്മൾ എന്തായാലും സെല് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീമിയം പ്രൈസിലായിരിക്കും നമ്മൾ സെല് ചെയ്യുക. നമ്മളിപ്പം ആ വീടിൻ്റെ കേസ് തന്നെ നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ഇപ്പോൾ നമ്മളൊരു വീട് വിൽക്കുന്നുണ്ടെങ്കിൽ ആ വീടിന് വില കൂടാൻ നിൽക്കും. നമ്മൾ വേറെ എന്തെങ്കിലും ഒരു മാളെന്തെങ്കിലും വരികയാണെങ്കിൽ നമ്മൾ വില കൂടാൻ നിൽക്കും. അങ്ങനെ വില കൂടിയിട്ടായിരിക്കും നമ്മൾ സെല് ചെയ്യുക. അപ്പോൾ നമ്മൾ ഹൈ പ്രൈസിലാണ് നമ്മൾ സെല് ചെയ്യുക, പ്രീമിയം പ്രൈസിലാണ് സെല് ചെയ്യുക. അപ്പം ഇൻസ്റ്റിറ്റ്യൂഷൻ ഇവിടെ എന്താട്ടും അവർ ബൈയിങ് തുടങ്ങും. എന്തിനാണ് ഈ ബൈയിങ് തുടങ്ങുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സെല് ചെയ്യാനാണ് അവർ ബൈയിങ് തുടങ്ങുന്നത്. അങ്ങനെ അവിടെ ഒരു സർട്ടൻ പീരീഡിലെത്തുമ്പോൾ അവർ ചെറിയ തോതിൽ സെല്ലിങ് തുടങ്ങുമ്പോൾ ഇങ്ങനത്തെ ഒരു റേഞ്ച് ക്രിയേറ്റ് ആവും. ഇതിനെ അക്യുമുലേഷൻ ഫേസ് എന്നാണ് അറിയപ്പെടുന്നത്. ഒരു കൺസോൾട്ടേഷൻ മൂവ്മെൻറ്റ്, ഒരു സൈഡ് വേ മൂവ്മെൻറ്റ് ഇവിടെ റേഞ്ച് ക്രിയേറ്റ് ആവും. ഇവിടെ റേഞ്ച് ക്രിയേറ്റ് ആകുമ്പോൾ നമ്മളെ പോലെയുള്ള റീറ്റെയിലേഴ്സ് അഗ്രസീവ് ആയിക്കാണ്ട് ഇവിടെ ഒരു നല്ലൊരു ബൈയിങ് നടന്നത് കൊണ്ട് ഇവിടെ ഒരു കൺസോൾട്ടേഷൻ മൂവ്മെൻറ്റ് നടക്കുമ്പോൾ നെക്സ്റ്റ് നമ്മളൊരു ബ്രേക്ക് ഔട്ട് കിട്ടുമ്പോൾ ഒരു ബുള്ളിഷാണെങ്കിൽ ബുള്ളിഷിലായിട്ട് എൻട്രി എടുക്കാനായിരിക്കും നമ്മുടെ ത്വര എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബുള്ളിഷിലേക്ക് നല്ലൊരു ബൈയിങ് എൻട്രി നടന്നിക്കണം. അപ്പം ബൈയിങ് എൻട്രി നടന്നതുകൊണ്ട് ഇവിടെ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് വരച്ചിട്ട് ഈ റെസിസ്റ്റൻസ് അങ്ങ് ബ്രേക്ക് ആവും, ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിയെന്നും പറഞ്ഞ് നമ്മളങ്ങ് എൻ്റർ ആവുമ്പോൾ അവരെന്താട്ടും നമ്മൾ നേരെ ഫേക്ക് മൂവ് നടത്തി നമ്മളെ എൻ്ററാക്കി അവർക്ക് സാധനം വിൽക്കാൻ വാങ്ങാനും പാടെ ആൾക്കാർ വേണ്ടേ. അപ്പോൾ നമ്മളെ അതിലോട്ട് കൂട്ടി നമ്മളെ റീറ്റെയിലേഴ്സിനെ ട്രാപ്പാക്കി. അങ്ങനെ ട്രാപ്പാക്കിയതിന് ശേഷം നമ്മൾ വാങ്ങാൻ റെഡി ആവുമല്ലോ. ഇങ്ങനെ ഇതാക്കുമ്പോൾ നമ്മളെ പൊട്ടന്മാരാക്കിക്കാണ്ട് അവരെന്താട്ടും അവരുടെ തനി സ്വരൂപം അവർ കാണിക്കാൻ തുടങ്ങും ഒരു ഫേക്ക് ഔട്ട് നടത്തിയതിനു ശേഷം. ആ ഫേക്ക് ഔട്ടിനെ പറയുന്ന പേരാണ് മാനിപ്പുലേഷൻ. ആ തനി സ്വരൂപം കാണിക്കാൻ തുടങ്ങുമ്പോൾ അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും മാർക്കറ്റിനെ. അവർ നല്ല ഹ്യൂജ് ഇതിൽ സെല്ലിങ് തുടങ്ങും. അവരുടെ മാർക്കറ്റിൻ്റെ ആക്ച്വൽ മൂവ് അവർ നടത്തും. അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ. ഒരു പ്രീമിയം ഏരിയയിൽ വിൽക്കാൻ വേണ്ടി അവർ മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുവരുന്നു. അവിടുന്ന് ഒരു ചെറിയ തോതിൽ അവർ സെല്ലിങ് തുടങ്ങുന്നു, സ്മാൾ ക്വാണ്ടിറ്റി സെല്ലിങ് തുടങ്ങുന്നു. അവിടെ നടക്കുന്നതാണ് അക്യുമുലേഷൻ. ആ ഫേസിൽ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടുമ്പോൾ നമ്മളെ പോലെയുള്ള റീറ്റെയിലേഴ്സ് എൻ്റർ ആയതിനു ശേഷം അവരുടെ തനി സ്വരൂപം കാണിക്കുന്നു. അവിടെ ഡിസ്ട്രിബ്യൂഷൻ ഫേസ് ക്രിയേറ്റ് ആവുന്നു. അപ്പം ഇതിനെ പറയുന്ന പേരാണ് പവർ ഓഫ് 3: അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ.